പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ എല്ലാ ദൈവമക്കൾക്കും എസ്കത്തോളജിയുടെ യുഗാന്ത സുവിശേഷത്തിലേക്ക് ഹാർദപൂർവ്വം ക്ഷണിക്കുന്നു, സ്വീകരിക്കുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും കരുണയും സമാധാനവും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ മേൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മൾ 666 666 എന്നല്ല നമ്മൾ പറയാം, 666 എന്ന് വേണം പറയാം. 3 6കളാണ്, 3 വ്യക്തികളാണ്. അപ്പോൾ 3 സ്വഭാവങ്ങൾ, 3 ദൗത്യങ്ങൾ. അതുകൊണ്ട് 666 അല്ല, 666, 3 6കളാണ്. അപ്പം അതിൽ നമ്മൾ 3ാമത്തെ 6നെ കുറിച്ച് ഇന്ന് പഠിക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ദ ആൻറ്റി സ്പിരിറ്റ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതിപുരുഷനായിട്ട് വരികയാണ്. നമ്മൾ കണ്ടിരുന്നു, സർപ്പമുണ്ട്, ആദ്യത്തെ മൃഗമുണ്ട്, കടലിൽ നിന്ന് വന്ന മൃഗം, ഇനി 2ാമത്തെ മൃഗം അത് ഭൂമിയിൽ നിന്ന് വരുന്നു പറയാം. അപ്പോൾ അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് സർപ്പം നിലനിൽക്കുന്നു, പുത്രൻ്റെ സ്ഥാനത്ത് ആദ്യത്തെ മൃഗം നിലനിൽക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്ത് 2ാമത്തെ മൃഗം. അപ്പോൾ ഈ 2ാമത്തെ മൃഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ പോവുക. പരിശുദ്ധ ത്രിത്വത്തെ തന്നെ അനുകരിച്ച് പരിശുദ്ധ ത്രിത്വം എങ്ങനെയൊക്കെ ഈ ഭൂമിയിൽ മാനവകുലത്തിന് നന്മയുണ്ടാക്കിയോ, മനുഷ്യനെ സ്നേഹിച്ച് അവരുടെ ജീവിതത്തിന് അർത്ഥവും അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റുവാൻ എത്രമാത്രം പരിശ്രമിച്ചുവോ അതുപോലെ മനുഷ്യനെ നശിപ്പിക്കുക. മനുഷ്യനെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യന് എങ്ങനെയാണ് ആദ്യ മനുഷ്യനെ നശിപ്പിച്ചത്? ആദ്യ മനുഷ്യനെ നശിപ്പിച്ചത് അവൻ്റെ ഭൗതികമായ മേഖലകളിൽ അവന് വിജയവും അവന് വലിയ വാഗ്ദാനങ്ങളും വലിയ സുഖവും സന്തോഷവും പ്രദാനം ചെയ്തുകൊണ്ടാണ് മനുഷ്യനെ അവനെ നശിപ്പിച്ചത്. എവിടെ നശിപ്പിച്ചു? മനുഷ്യൻ്റെ ആത്മാവിനെ നശിപ്പിക്കുക. അപ്പം നമ്മളെല്ലാം ആത്മീയരാണ്. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാണ് എന്നുള്ള വലിയ സത്യം നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ ഈ ആത്മാവിനെ നമുക്ക് നൽകിയപ്പോഴാണ് നമുക്ക് ജീവൻ ഉണ്ടായത്. ദൈവം മനുഷ്യനെ കളിമണ്ണുണ്ടാക്കിയപ്പോൾ മനുഷ്യന് ജീവനില്ലായിരുന്നു. പക്ഷെ അതിലേക്ക് തൻ്റെ ആത്മാവിനെ നിശ്വസിച്ചപ്പോൾ മനുഷ്യന് ജീവനുണ്ടായി. അപ്പം ഈ ആത്മാവിനെ നശിപ്പിക്കുക, ഇതാണ് സാത്താൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ആത്മാവിനെ നശിപ്പിക്കാൻ വേണ്ടത് എന്താണ്? ശരീരത്തിന് സുഖസൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് സാത്താൻ പ്രവർത്തിക്കുക. അപ്പം നമ്മൾ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രവർത്തിച്ചതുപോലെ തന്നെ ഈ ദുഷ്ട അരൂപി നമ്മളിൽ അവനും ഒരു അരൂപിയായിട്ടായിരിക്കും പ്രവർത്തിക്കുക, ഇൻവിസിബിൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ അരൂപിയെ കുറിച്ച്, അവൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മളെ നാശത്തിലേക്ക് നയിക്കാനാണ് ഈ 666 പരിശ്രമിക്കുക. അത് ഓൾറെഡി ഇറ്റ് ഈസ് ദെയർ ഇൻ ദിസ് വേൾഡ്. അത് ഓൾറെഡി അത് പ്രവർത്തനത്തിലാണ്. നമ്മൾ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ആ അരാജകത്തിൻ്റെ അരൂപി ഇപ്പോഴേ പ്രവർത്തനത്തിലാണ്. അപ്പോൾ അത് കാലത്തിലുടനീളം അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊരു പരിപാടിയല്ല. റൈറ്റ് ഫ്രം കായൻ ആൻഡ് ഏബൽ, 2 സന്തതി പരമ്പര ലോകത്തിൽ, കായൻ്റെ സന്തതി പരമ്പരയും ആബേലിൻ്റെ സന്തതി പരമ്പരയും ലോകത്തിൽ അന്ന് മുതലേ ഉണ്ട്. അതിങ്ങനെ തുടർന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് ബൈബിളിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് വന്ന് അവസാനം ക്രിസ്തുവിനെതിരായിട്ടുള്ള ഒരു കൂട്ടം എന്നുള്ളൊരു ഗ്രൂപ്പിലേക്ക് ഇത് അവസാനം എത്തിച്ചേരും. അപ്പം അതുകൊണ്ട് ഈ തിന്മയും ഈ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പം അതിപ്പോൾ ഏതാണ്ട് ഇനി ഉണ്ടാകാൻ പോകുന്നൊരു സംഭവം എന്നുള്ളതല്ല. ഇറ്റ് ഈസ് ദെയർ ഇൻ ദിസ് വേൾഡ്. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. അതിനാണ് നമ്മൾ ഇതെല്ലാം സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ 3.5 വർഷക്കാലം ഭൂമിയിൽ ഭരണം നടത്തും, അല്ലേ? സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും എന്ന് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ അതാണ് എക്സാക്ട്ലി 3.5 വർഷം. ഈ 3.5 വർഷക്കാലം അത് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഭൂമിയിൽ അത് പ്രത്യക്ഷമായി. അത് ചിലപ്പോൾ ഒരു പ്രസ്ഥാനമായിരിക്കാം, അതൊരു വ്യക്തിയായിരിക്കാം, സംവിധാനങ്ങളായിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. നമ്മൾ അത് ഏത് രൂപമാ ഭാവമാന്ന് നമ്മളിപ്പോൾ തലകളയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ കാത്തിരിക്കുകയാണ്, നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കാം. ഈ യുഗാന്ത സുവിശേഷത്തിൻ്റെയൊക്കെ അടിസ്ഥാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നാളെ ഇത് ഏത് രൂപത്തിൽ വരുന്നത് നോക്കിയിരിക്കാനും കാത്തിരിക്കുക എന്നുള്ളതൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസത്തെ കുറെ കൂടി ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഉള്ളതാണ്. എന്താണ് വിശ്വാസം? എബ്രായ ലേഖനം 11 നമ്മൾ വായിക്കുന്നുണ്ട്.
കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പുമാണ്. അപ്പം ഈ പ്രത്യാശയാണ് നമുക്ക് വേണ്ടത്. ഈ ലോകത്തിൽ വലിയ പ്രതിസന്ധി, പ്രത്യേകിച്ച് നമ്മൾ 2024 നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 2024 ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുക. മേ ബി വി ആർ ഓൺ ദ വേർജ് ഓഫ് എ തേർഡ് വേൾഡ് വാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ആ രീതിയിലേക്കൊക്കെ ഇതൊക്കെ വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ലോകത്തിൽ വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും, നമ്മൾ ഈ യുഗാന്ത സുവിശേഷത്തിൽ പറയുന്നത് പോലെ പട്ടിണി, ദാരിദ്ര്യം, മഹാമാരികൾ, ഭൂമി കുലുക്കങ്ങൾ, യുദ്ധങ്ങൾ, കലഹങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഇനി വർദ്ധിക്കുകയാണ്. ഇതൊന്നും കുറയാൻ പോകുന്നില്ല. ഇതെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ വലിയ പ്രത്യാശയോടെയാണ്. എന്ന് വെച്ചാൽ അയ്യോ എല്ലാം തീരാൻ പോവുകയാണ്, എന്നാൽ പിന്നെ നമുക്കിനി എവിടെയെങ്കിലും കുഴിച്ച് മൂടിയിരിക്കാം എന്നുള്ളതല്ല. നമ്മുടെ വിശ്വാസത്തിൽ കൂടുതൽ ആഴത്തിലേക്ക് കടന്നു വരികയും നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം എന്താണ്? നമുക്കൊരു ദൗത്യമുള്ളൂ. ഒരു ക്രിസ്ത്യാനിക്ക് ഈ ലോകത്തിൽ ഒരൊറ്റ ദൗത്യമുള്ളൂ: ആത്മരക്ഷ, പാപികളുടെ മാനസാന്തരം. ഇതാണ് നമുക്ക് സന്തോഷം തരുന്ന ഏക വിഷയം. കാരണം ഇതാണ് സ്വർഗത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഈ ഭൂമിയിൽ ഒരു ദൗത്യമേ ഉള്ളൂ. ഈ ദൗത്യത്തിലേക്ക് നമ്മൾ കൂടുതൽ വിശ്വസ്തയോടെയും ആത്മാർത്ഥതയോടെയും നമ്മൾ പ്രവേശിക്കുക എന്നുള്ളതാണ് ഈ യുഗാന്ത സുവിശേഷം കൊണ്ടെല്ലാം നമ്മളെ ഉദ്ദേശം അതാണ്. അല്ലാതെ നമ്മൾ ചിലപ്പോൾ ആൾക്കാർ ചേട്ടാ നീയും ഈ പണ്ടത്തെ പോലെ പെന്തക്കോസ്തക്കാരൊക്കെ പറയുന്നത് പോലെ യുഗാന്തം എടുത്തിട്ട് പ്രയോഗിക്കുകയാണോ എന്നൊക്കെ. യുഗാന്തമുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. ബട്ട് ദ പർപ്പസ് ഓഫ് ദിസ് ടോപ്പിക് ഈസ് നോട്ട് നാളെ ക്രിസ്തു വരും, ആന്റിക്രൈസ്തു വരും, അവൻ ഏത് രൂപത്തിലായിരിക്കും, ആരായിരിക്കും എന്നുള്ളത് നോക്കുക എന്നുള്ളതല്ല. ഇന്ന് ലോകത്തിൽ അവൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കുകയും നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കാനും ആ വിശ്വാസത്തിൻ്റെ വെളിച്ചം അനേകർക്ക് കത്തിച്ചു കൊടുക്കാൻ, പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ ദൗത്യത്തിൻ്റെ ഉദ്ദേശം. ഇതാണ് നമ്മുടെ യുഗാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. അല്ലാതെ നമുക്ക് കുറേ അറിവുണ്ട്, നിങ്ങളെക്കാൾ കൂടുതൽ അറിവുണ്ട്, അല്ലെങ്കിൽ ആ അറിവ് ഇതെങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല. വി ഹാവ് ടു വേക്ക് അപ്പ്. കാരണം ദ ചർച്ച് ഈസ് എ സ്ലീപ്പിംഗ് ജയന്റ് എന്നാണ് പറയും. ഉറങ്ങുന്ന ഒരു വലിയ ഭൂതം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഭൂതത്തെ ഉണർത്തണം. അപ്പോൾ അതിനുള്ള വഴിയാണ് നമുക്ക് അവസാന സമയങ്ങളായി വചനം പറയുന്നത് പോലെ വെളിപാട് പുസ്തകം 12 പറയുന്നത് 12 അതിനാൽ സ്വർഗമേ അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ, എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം. എന്താ ദുരിതത്തിന്റെ കാരണം? ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഹെവൻ ഈസ് വാർണിംഗ് us. He is coming to you. നമ്മളെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യത്തിന് ഉദ്ദേശം. കാരണം അവൻ വരുന്നത് മോഷ്ടിക്കുവാൻ, കൊല്ലുവാൻ, നശിപ്പിക്കുവാനാണ്. അപ്പം ഈ നശീകരണ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കുക. 2, നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏൽപ്പിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ അങ്ങയുടെ രാജ്യം ഇവിടെ വരണം, ഇല്ലേ? ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇവിടെ സ്ഥാപിതമാകണം. ക്രിസ്തുവിന്റെ ഭരണം, ആ ഏറ്റവും സന്തോഷദായകമായ ഭരണം ഭൂമിയിൽ നിറവേറപ്പെടണം, ഇല്ലേ? എല്ലാ മനുഷ്യർക്കും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും സമാധാനമുള്ള ആ ഒരു രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടണം. അതിനുവേണ്ടി നമ്മൾ ഉറക്കമൊക്കെ കളഞ്ഞ് ഇനിയും ഈ ലോകത്തിന്റെ കുറെ കാര്യങ്ങൾ 2024 കുറെ കൂടി സമ്പാദിക്കാൻ, കഴിഞ്ഞ വർഷങ്ങൾ നഷ്ടപ്പെട്ടത് കുറെ കൂടി നേടിയെടുക്കാൻ വേണ്ടി നിന്റെ വിശ്വാസത്തെ നീ ഉപയോഗിക്കരുത്. അതാണ് ഈ എസ്കത്തോളജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. കാരണം ഇനി നിന്റെ വിശ്വാസം, നിന്റെ ക്രിസ്തുവിലെ വിശ്വാസം ഈ ലോകത്തിലെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. കാരണം അങ്ങനെയാണ് ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് ആന്റൈ സ്പിരിറ്റ്, ആന്റൈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഉദ്ദേശം അതാണ്. അല്ലാതെ ക്രിസ്തു എന്ന് പറയുന്നത് എൻ്റെ എതിർ ക്രിസ്തു ഇപ്പോഴും വളരെ ശക്തമായിട്ടിരിക്കുകയാണ്. കാരണം നമ്മളെ തന്നെ വിശ്വാസികളെ വഴിതെറ്റിക്കുക, തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുക, അതിപ്പോഴേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതിപ്പോഴേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നഷ്ടധൈര്യരാകാതെ നമ്മൾ ഒരു ചെറിയ അജഗണം അവസാനം ഒരു ചെറിയ അജഗണമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ അജഗണം എന്ന് പറയുന്നത് നമ്മളായിരിക്കണം. അപ്പം നമുക്ക് വളരെ കൃത്യത ഉണ്ടായിരിക്കും വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ ഈ ലോകത്ത് കാണുന്നതിനെ കുറിച്ച് നമ്മൾ അസ്വസ്ഥരോ നിരാശരോ ദുഃഖിതരാകാതെ കൂടുതൽ തീക്ഷ്ണതയുള്ളവരും നമ്മുടെ ദൗത്യങ്ങൾ കുറെ കൂടി ഉത്തരവാദിത്വത്തോടെ ചെയ്യുവാനും ആ വലിയ കിരീടം നമുക്കായി നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യ കിരീടം സ്വന്തമാക്കാൻ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയുള്ളവരായി നമ്മൾ മാറുക. സോ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് എസ്കറ്റോളജി. ഉണരുക, ഉറങ്ങുന്നവനെ ഉണർത്തുക, ബാക്കി എല്ലാവർക്കും ഈ തീ കത്തിക്കുക. ഓക്കെ, നമ്മളെല്ലാം തിരി കെട്ടുപോയവരാണ്. ആ തിരി എല്ലാം ഒന്ന് കത്തിച്ച് ലോകത്തെ മുഴുവൻ യേശു പറഞ്ഞതുപോലെ ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്.
അതെല്ലായിടത്തും എത്തിയിരുന്നെങ്കിൽ, അതെ, ഇന്നും ആ യേശുവിൻ്റെ ആ ഒരു ആഗ്രഹം നിറവേറാതെ നിൽക്കുന്നൊരവസ്ഥ. ജോൺ ബോൾ സെക്കൻഡ്, വിശുദ്ധ ജോൺ ബോൾ അവൻ പാപ്പ പറയുന്നത് പോലെ, ഏഷ്യയിലെ സഭയ്ക്ക് പറഞ്ഞതുപോലെ, സുവിശേഷം എവിടെ ആരംഭിച്ചോ അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. ലോക സുവിശേഷവൽക്കരണം എന്നുള്ളത് ഇന്നും ആരംഭ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ള വലിയ വേദന. അതുകൊണ്ട് ആ സുവിശേഷം എത്തിക്കണം, ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ എസ്കത്തോളജി കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇനി ഇങ്ങനെ വേറെ കലാപരിപാടികളും ലോകത്തിൻ്റെ വ്യാപാരങ്ങളും കുറച്ചുകൂടി എങ്ങനെ ലോകത്തിൽ നമുക്ക് സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാം, നമ്മുടെ വ്യാപ്തി എത്രത്തോളം വിന്യസിപ്പിക്കാം, നമ്മുടെ കൂടാരം കുറെ കൂടി വിസ്തൃതമാക്കാം, ഇതിനല്ല നമ്മളെ സ്വർഗം വിളിച്ചിരിക്കുന്നത്. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാണ്, നമ്മുടെ സ്ഥാനമാനങ്ങൾ സ്വർഗത്തിലാണ്. നമ്മൾ അതിനെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നവരായിരിക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2024 നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കും സമയം കുറച്ചേ ഉള്ളൂ. വചനം പറയാണ്, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്കും കുറച്ച് സമയമേ ഉള്ളൂ. എല്ലാ മനുഷ്യരോടും ഈ സുവിശേഷം പറയണം. ആത്മരക്ഷ പറ്റാവുന്നത്ര ആത്മാക്കളെ രക്ഷിക്കണം. അതിനുവേണ്ടി നമുക്കുള്ള എല്ലാ സംവിധാനങ്ങളും, നമ്മുടെ കഴിവുകൾ, സമ്പത്ത്, സംവിധാനങ്ങൾ എല്ലാം, സഭയിലുള്ള എല്ലാം ഇനി ഇതിലേക്ക് നമ്മൾ ഇതിലേക്ക് തിരിച്ചു വെക്കണം. നമ്മളൊക്കെ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്പിരിറ്റ് ഇപ്പോഴും നമ്മളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഒന്ന് ഉണരുക. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം, ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഇന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ സഭയാണ് ഒരു 90% എഡ്യൂക്കേഷണൽ സിസ്റ്റം ഹാൻഡിൽസ് ഇൻ ദിസ് വേൾഡ് ബൈ ദ ചർച്ച്. അപ്പോൾ പക്ഷേ എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? നമ്മൾ പഠിപ്പിക്കുന്ന എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ആരില്ല? ദൈവമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം. കത്തോലിക്ക സഭ, ക്രിസ്ത്യൻ സഭ പഠിപ്പിക്കുന്ന എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ സിലബസിൽ ദൈവമില്ല. പിന്നെ എന്തിനു നീ പഠിപ്പിക്കുന്നു? And we have been fooled by this world. ഇതാണ് ഈ ആന്റൈ ക്രൈസ്റ്റ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഉപജ്ഞാതാവാര ഡാർവിൻ, കാർൽ മാർക്സ്, ഇതൊക്കെ ഈ സംവിധാനത്തിന്റെ ഭാഗമാണ്. ഡാർവിന്റെ എവല്യൂഷൻ തിയറി ഇപ്പോഴും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് എവല്യൂഷൻ? ഇറ്റ് ഈസ് ഓൾ ജിമിക്, ഇറ്റ് ഈസ് ഓൾ പ്ലാൻഡ് ലൈ. അവൻ നുണയനും നുണയരുടെ പിതാവും എന്ന് പറയുന്ന പോലെ അവൻ വളരെ ശക്തമായി ഇത്തരം നുണകളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് നമ്മുടെ പിള്ളേരൊക്കെ നമ്മൾ തന്നെ പഠിക്കും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ നമ്മുടെ പിള്ളേരെ ആന്റി ബൈബിൾ, ആന്റി ക്രൈസ്റ്റ് സാധനങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിലെത്തി നിൽക്കണം. ഉണരുക സഹോദരങ്ങളെ. ആൻഡ് വലിച്ചെറി ദൂരക്കളയായ സംവിധാനങ്ങളൊക്കെ. Without God, let Christ be the center of our educational system. Let Christ be the center of our life and the church. അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വരണം. അല്ലാതെയുള്ള എല്ലാം വെറും വിഡ്ഢിതരങ്ങളും പോഷതരങ്ങളായിട്ട് മാറുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ആന്റി ക്രൈസ്റ്റ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിപ്പോഴേ നമ്മൾ പഠിപ്പിക്കുകയാണ്. അത് നമ്മുടെ പിള്ളേർക്ക് നിത്യവിധിയില്ല, സ്വർഗമില്ല, നിത്യജീവനില്ല. അതുകൊണ്ട് there is no purpose in life. You enjoy your life. അതാണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. കുറച്ച് പൈസ ഉണ്ടാക്കുക, കുറച്ച് സുഖിക്കുക, സന്തോഷിക്കുക. അങ്ങനെ കുടുംബം വേണ്ട, ദാമ്പത്യം വേണ്ട, ഇല്ലേ? ഇന്നത്തെ എല്ലാ സംവിധാനങ്ങളും നമുക്ക് അറിയാം. കുടുംബ ജീവിതങ്ങളില്ല, ദാമ്പത്യ ജീവിതങ്ങളില്ല. ഇതെല്ലാം ഇങ്ങനെ തകർത്ത് കൊണ്ടുവരുന്ന സംവിധാനം വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ദൈവമില്ല, നിത്യജീവനില്ല, അന്ത്യവിധിയില്ല. പിന്നെന്താണ്? നീ കുറെ മാർക്ക് മേടിക്കുക, കുറെ പൈസ ഉണ്ടാക്കുക, ഇവിടെ നന്നായിട്ട് ജീവിക്കുക. ഈ ഫൂളിഷ് സിസ്റ്റത്തിനൊക്കെ ഒരു മാറേണ്ട സമയമായി. അതുകൊണ്ട് നമ്മൾ ആ ആന്റൈ സ്പിരിറ്റിലേക്ക് നമ്മളൊന്ന് കടന്നു വരികയാണ്. വെളിപാട് പുസ്തകം 13-ാമത്തെ അധ്യായം 11-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അത് കാണുക. എന്താ പറയുക? ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ മൃഗം. നമ്മൾ പറയണം, ആദ്യത്തെ സർപ്പം അത് പിതാവിന് അനുരൂപനായിട്ട് റെപ്ലിക്കായിട്ട് നിൽക്കും. കടലിൽ നിന്ന് കയറുന്ന മൃഗത്തെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. അത് യേശുവിനെ പ്രതിനിധാനം ചെയ്തു. ഇനി മൂന്നാമത്തെ മൃഗം അത് പരിശുദ്ധാത്മാവിനെ പ്രതിനിധാനം ചെയ്യണം. അപ്പോൾ 6 രീതിയിലാണ് ഈ മൃഗം പരിശുദ്ധാത്മാവിനെ പ്രതിനിധാനം ചെയ്തു വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കുകയാണ്. ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിൻ്റേതുപോലുള്ള 2 കൊമ്പുകളുണ്ടായിരുന്നു. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. അത് ആദ്യത്തെ മൃഗത്തിൻ്റെ എല്ലാ അധികാരവും അതിൻ്റെ മുമ്പിൽ പ്രയോഗിച്ചു. മാരകമായ മുറിവ് സുഖമാക്കപ്പെട്ട ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ അത് ഭൂമിയെയും ഭൂവാസികളെയും നിർബന്ധിച്ചു. ഇതാണ് രണ്ടാമത്തെ മൃഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ മൃഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഇതാണ്. ഈ മൃഗത്തിന് 6 പ്രത്യേകതകളുണ്ട്. അപ്പം ഈ മൃഗത്തിൻ്റെ ഒരു പ്രത്യേകത, അത് കുഞ്ഞാടിൻ്റേതുപോലെ 2 കൊമ്പുകളുണ്ടായിരുന്നു. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. അപ്പം
നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിലേക്ക് വരുമ്പം ഈശോ രണ്ടാമത്തെ മൃഗം അതിൻ്റെ ഭരണങ്ങളെല്ലാം നടത്തിയതിന് ശേഷം യേശു അപ്രത്യക്ഷനാവുകയാണ്. യേശു സ്വർഗാരോഹണം ചെയ്ത് ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഈശോ നമുക്കൊരു വാഗ്ദാനം തരുന്നുണ്ട്. തൻ്റെ മുറിവുകളോടുകൂടെ തന്നെയാണ് യേശു സ്വർഗത്തിലേക്ക് പോകുന്നത്. ഓക്കെ, അവസാന നാളുകളിൽ വരുമ്പോൾ ഈ മൃഗം മുറിവേറ്റ ഈ മൃഗത്തെ നമ്മൾ കാണും. ഓക്കെ, ഒരു അടയാളം മുറിവൊക്കെ ഉണ്ടായി. എന്നിട്ട് ഈ യേശു പറഞ്ഞതുപോലെ തന്നെ യോഹന്നാൻ 16:14 നമ്മൾ വായിക്കാം. അവൻ സ്വമേധയാ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. ഓക്കെ, ഈ വാക്ക് വെച്ചിട്ടാണ് മുസ്ലിം സഹോദരങ്ങൾ പറയുന്നത് ആ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആള് ആരാണ്? അത് മുഹമ്മദ് നബിയാണെന്ന് പറയുന്നത്. ഇല്ല, ഇറ്റ് ഈസ് നോട്ട് ദ മുഹമ്മദ് നബി, ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. അപ്പം ഇതേപോലെ തന്നെ അവൻ എനിക്കുള്ളവയിൽ സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ വെളിപാട് 13 എത്തുമ്പോൾ നമ്മൾ കാണുകയാണ്, ഭൂമിക്കടിയിൽ കയറിയിരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിൻ്റേതുപോലെ 2 കൊമ്പുകളുണ്ടായിരുന്നു. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. അതാദ്യത്തെ മൃഗത്തിൻ്റെ എല്ലാ അധികാരവും അതിൻ്റെ മുമ്പിൽ പ്രയോഗിച്ചു. അപ്പം പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും കിട്ടുന്നത് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആളുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ഇതേപോലെ തന്നെ സർപ്പത്തിൽ നിന്നും 2ാമത്തെ മൃഗത്തിൽ നിന്നും ഈ 3ാമത്തെ മൃഗം സ്വീകരിച്ച് അവൻ പ്രസംഗിക്കാൻ തുടങ്ങും, അവൻ പ്രഘോഷിക്കാൻ തുടങ്ങും. ഓക്കെ, എക്സാക്ട്ലി ലൈക്ക് ദ ട്രിനിറ്റേറിയൻ ഗോഡ്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ആദ്യത്തെ മൃഗത്തിന്റെ എല്ലാ അധികാരവും അത് പ്രയോഗിച്ചു. അതിന്റെ അർത്ഥം സർപ്പത്തോടും മൃഗത്തോടും അത് സംസാരം കൊണ്ടും ശക്തി കൊണ്ടും സാദൃശ്യപ്പെട്ടിരിക്കും. അപ്പോ ആ സർപ്പത്തോടും 2ാമത്തെ മൃഗത്തോടും അതേപോലെ തന്നെയായിരിക്കും, അതേ കാര്യങ്ങളും അതേ ശക്തിയുമായിരിക്കും ഈ 2ാമത്തെ മൃഗത്തിനും ഉണ്ടായിരിക്കാം, സദൃശ്യനായിരിക്കും. പരിശുദ്ധാത്മാവ് എങ്ങനെ യേശുവിനെ കുറിച്ചും യേശു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും യേശുവിനെ മഹത്വപ്പെടുത്തിയോ? പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്താണ്? യേശുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. യേശു പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളത്. ഇതേപോലെ തന്നെ ഈ 2ാമത്തെ മൃഗം ആദ്യത്തെ മൃഗത്തെക്കുറിച്ചും സർപ്പത്തെക്കുറിച്ചും പിശാചിനെ ആരാധിക്കുന്ന സംഗതിയെക്കുറിച്ചൊക്കെ നമ്മളെ പഠിപ്പിക്കണം. കാരണം ഇത് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് വേൾഡ്. ഓക്കെ, ഇതിന് വരാൻ പോകുന്നൊരു കാര്യമല്ല. ഇന്ന് സാത്താൻ സേവ എന്ന് പറയുന്നത് വളരെ പബ്ലിക്കായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. കത്തോലിക്ക സഭയിലെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ എറണാകുളത്തിൽ ഈ സാത്താൻ സേവക്കാർ നടക്കണം. അവരുപയോഗിക്കുന്ന എന്തിനു അവർക്ക് നമുക്ക് സഭയിൽ മാസ് ഉള്ളതുപോലെ തന്നെ ദേ കോൾ ഇറ്റ് ബ്ലാക്ക് മാസ്. ഓക്കെ, കറക്റ്റ് ഇമിറ്റേഷൻസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പം യേശുവിനെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്തുന്ന സഭയിലൂടെ ഇന്ന് പരിശുദ്ധാത്മാവ് യേശുവിനെ മഹത്വപ്പെടുത്തണം. യേശുവിൻ്റെ പ്രവർത്തികൾ, അതാണ് കുർബാനയിൽ നമ്മൾ കാണുന്നത്. കുർബാനയിൽ യേശുവിൻ്റെ പെസഹ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നു. പരിശുദ്ധാത്മാവാണ് അതിനെ ഇന്ന് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, 2000 വർഷം മുമ്പ് നടന്ന യേശുവിൻ്റെ പെസഹ രഹസ്യങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ വീണ്ടും പ്രാവർത്തികമാക്കുന്നതാണ് പരിശുദ്ധ കുർബാന. ഓക്കെ, അങ്ങനെ യേശുവിനെ മഹത്വീകരിക്കുകയാണ്. ആൻഡ് വി ആർ സെലിബ്രേറ്റിംഗ് the life of Christ, the passion of Christ. അപ്പം ഇതുപോലെ തന്നെ ഇന്ന് നമ്മൾ കാണുന്നതാണ് ബ്ലാക്ക് മാസ് എന്നുണ്ട്. ബ്ലാക്ക് മാസിനകത്ത് എന്താ സംഭവിക്കുന്നത്? യേശുവിനെ ഡെസക്രേറ്റ് ചെയ്യാം, യേശുവിനെ അധിക്ഷേപിക്കുക, നിന്ദിക്കുക, പരിഹസിക്കുക. അതിനവർ ഉപയോഗിക്കുന്ന ഘടകം എന്താണ്? ദിവ്യകാരുണ്യം. ഓക്കെ, അപ്പം ഈ ദിവ്യകാരുണ്യത്തെ ഇന്ന് അധിക്ഷേപിച്ചുകൊണ്ട് സാത്താൻ സേവക്കാരിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് there in this world. ഓക്കെ, നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കി പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇടയിൽ തന്നെ പല സഭക്കാർ പറയുന്നത് ഇതിൻ്റെ അകത്ത് യേശു ഒന്നുമില്ല, യേശു ഒരു ഓർമ്മയായിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കിയത്, ഇതൊരു ചടങ്ങാണ്, ഇതൊരു ആചാരമാണ്. അല്ല, ഇത് ആചാരം അടങ്ങല്ല, അത് യേശു തന്നെയാണ്, അത് അവൻ്റെ ശരീരവും രക്തമാണ്. അത് ആർക്കറിയാം? സാത്താൻ സേവക്കാർക്കറിയാം. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? നിങ്ങളുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാം ഈ ആന്റി ക്രൈസ്റ്റ് സ്പിരിറ്റ് ഇറ്റ് ഈസ് വർക്കിംഗ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഈ അപ്പം എത്ര 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഇന്ന്
ഒരു കത്തോലിക്ക സഭയിലെ പുരോഹിതൻ ആശീർവദിക്കുന്ന അപ്പം എടുത്ത് കൊണ്ടുപോയിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഇസ് വർത്ത് 3 lakhs 4 lakhs rupees നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അത്രയും മൂല്യം അവർ കൊടുക്കുകയാണ്. കാരണം എന്താ? അതിൻ്റെ അകത്ത് ദൈവിക സാന്നിധ്യമുണ്ട്. അത് വെറും ഒരു അപ്പമല്ല, അതൊരു ആചാരത്തിന് വേണ്ടി യേശുവിനെ ചുമ്മാ എന്ന് പറഞ്ഞു പോയ കാര്യമല്ല. ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞപ്പോൾ അതെൻ്റെ ശരീരം തന്നെയാണ്. ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞപ്പോൾ ഇതെൻ്റെ രക്തം തന്നെയാണ്. അതാർക്കറിയാം? ഈ സാത്താനെ സേവിക്കുന്നവർക്ക്. അപ്പം ഇന്ന് സാത്താൻ ഇത്തരത്തിലുള്ള പഠനങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് ക്രിസ്തുവിനെ പരസ്യമായി അവഹേളിക്കുന്ന സംവിധാനം ഇന്ന് ഓൾറെഡി ഇറ്റ് ഈസ് ദേർ. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവ് എങ്ങനെ യേശുവിനെ മഹത്വപ്പെടുത്തുന്നു, അതേപോലെ തന്നെ യേശുവിനെതിരായിട്ടുള്ള കാര്യങ്ങളും ഇന്ന് വളരെ ശക്തമായിട്ട് ഇവിടെ നടക്കുന്നു. പലവിധ പാഷണ്ഡതകൾ, പലവിധ സംവിധാനങ്ങൾ ഇന്ന് നമ്മളിൽ നടക്കുന്നുണ്ട്. യേശു പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഇന്ന് വിരുദ്ധമായിട്ടും നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവാഹം ആര് തമ്മിലാണ് നടക്കേണ്ടത്? സ്ത്രീയും പുരുഷനും തമ്മിലാണ് യേശു വിവാഹത്തെക്കുറിച്ച് പറയുന്നത്. ആദിയിൽ അങ്ങനെയായിരുന്നു. മത്തായി 18-19 നമ്മൾ വായിക്കുന്നുണ്ട്. വിവാഹത്തെക്കുറിച്ച് പറയും. വിവാഹമോചനം പാടില്ല എന്ന് യേശു കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പം ഇന്ന് എന്താ പഠിപ്പിക്കുന്നത്? ഇന്ന് വിവാഹമേ ഇല്ല. വിവാഹം ആര് തമ്മിലാകാം? ആരൊക്കെ വേണമെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കാവുന്ന സ്ഥിതിയാണ്. അപ്പം അങ്ങനെ യേശുവിൻ്റെ പഠനങ്ങൾക്കും യേശു പഠിപ്പിച്ച കാര്യങ്ങളെ പരിശുദ്ധാത്മ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഈ പഠനങ്ങൾക്കെല്ലാം വിരുദ്ധമായി ഇവിടെയാണ് നമ്മൾ ഗേ മാരേജ്, ലെസ്ബിയൻ മാരേജ് ഇന്ന് വരികയാണ്. ഇന്ന് സഭയിലേക്ക് അത് കയറി വന്ന് തുടങ്ങി. ഓക്കെ, ഇതിൻ്റെ ഒരു ഇൻഫിൽട്രേഷൻ ഇന്ന് നമ്മുടെ സഭയിലേക്ക് കടന്നു വരികയാണ്. അത് കാലത്തിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഇന്ന് ഗേ മാരേജസിനെ ബ്ലെസ് ചെയ്യാം എന്നുള്ളൊരു തലത്തിലേക്ക് സഭ എത്തി നിൽക്കുകയാണ്. കാരണം അത്രമാത്രം പ്രഷർ അതിനകത്ത് കടന്നു വരികയാണ്. ഇപ്പോൾ ഈ അവസാന നാളുകളിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില നെഗറ്റീവ് സാധനങ്ങൾ അതിൽ തന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നൗ വി ആർ ജസ്റ്റ് ബ്ലെസ്സിങ് ഇറ്റ്. ഇതിൻ്റെ ഒരു കഥ പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു 30 വർഷം മുമ്പ് കത്തോലിക്ക സഭയിൽ അന്യമതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള വിവാഹം നമ്മൾ നടത്തില്ലായിരുന്നു. പക്ഷെ ഒരു ഡൗൺ ദ ലൈൻ ഒരു 30 വർഷം കഴിഞ്ഞ് ഇന്ന് നോക്കുമ്പോൾ നമ്മൾ മറ്റ് മതത്തിലുള്ള വ്യക്തികളെ ആ വിവാഹത്തെ നമ്മൾ ബ്ലെസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് അവരെ നമ്മൾ പുറത്തേക്ക് ആക്കുന്നില്ല. അവർ ഒരു ക്രിസ്ത്യാനി, ഒരു കത്തോലിക്കൻ, ഒരു അക്രൈസ്തവനെ വിവാഹം കഴിച്ചുപോയി എന്നതുകൊണ്ട് സഭയിൽ നിന്ന് പുറത്താക്കുന്നില്ല. പക്ഷേ ആ വിവാഹത്തെ നമ്മൾ ബ്ലെസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് സാക്രമെൻ്റൽ ബട്ട് ജസ്റ്റ് ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇന്ന് ഗേ മാരേജിന് എത്തിയിരിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു സംഗതി ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ ഒരു പൂർണ്ണ സമയമാകുമ്പോൾ എന്താണ് അശുദ്ധിയുടെ ലക്ഷണം? ആ ലക്ഷണം ദേവാലയത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ, അകത്ത് കയറി വരുന്നൊരു സമയം അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരും. അത് സ്വാഭാവികമായി സംഭവിക്കും. എന്ന് വെച്ചിട്ട് ഇന്ന് പല ആൾക്കാരും പറയുന്നത് പോലെ കത്തോലിക്ക സഭയാണ് പഴയ ബാബിലോൺ, കത്തോലിക്ക സഭയാണ് ആൻറ്റി ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് നോൺസെൻസ് കേട്ടോ. അത് നിങ്ങൾ വിശ്വസിക്കേണ്ട. മാർപ്പാപ്പയാണ് ഇപ്പോൾ ഇരിക്കുന്നത്, മാർപ്പാപ്പയാണ് ആൻറ്റി ക്രൈസ്റ്റായിട്ട് വരാൻ പോകുന്നത്. അതെല്ലാം ശുദ്ധ അസംബന്ധങ്ങളും മണ്ടത്തരങ്ങളാണ്. ബട്ട് the influence is there, the infiltration is happening. അത് സ്വാഭാവികമാണ്. അത് ലോകത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ വരുന്നതിൻ്റെ അടയാളങ്ങളുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ വിശ്വാസ സത്യങ്ങളെയൊക്കെ പതുക്കെ വേർതിരിപ്പിച്ചു. കാരണം എല്ലാ രാജ്യങ്ങളിലും ഇന്ന് ഗേ മാരേജ് പ്രാബല്യമായി. ഇനി നിയമപ്രകാരം ഫോഴ്സ്ഫുള്ളി ഇന്ന് സഭ അതിനെ ആശീർവദിക്കാൻ പറ്റത്തില്ല, ബ്ലെസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്ന സ്ഥിതി വരികയാണ്. ഇവിടെയൊക്കെയാണ് നമ്മളൊരു റെസിസ്റ്റൻസ്, ഈ ഒരു റെസിസ്റ്റൻസിലേക്ക് നമ്മൾ നീങ്ങി തുടങ്ങണം. കാരണം ഇറ്റ് ഈസ് ഓൾറെഡി ഹാപ്പനിങ് ഇൻ ആൻഡ് അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ ഇത് നമ്മുടെ ചുറ്റുപാട് നടക്കുമ്പോൾ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കും. ഇതാണ് നമ്മൾ ഈ സുവിശേഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നമ്മൾ ആർക്ക് വേണ്ടി നിലനിൽക്കണം. നമ്മൾ ചിലതിനെയൊക്കെ എതിർക്കണം. ചിലത് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ കടത്തിവിടാൻ ഇടയാകരുത്. അത് അതിലേക്ക് കടങ്ങി വരുമ്പോൾ അതിങ്ങനെ പതുക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കോട്ടകളൊക്കെ നമ്മൾ അടച്ചു വെച്ചോണം. ഇതിൻ്റെ അകത്തൊന്നും കടന്നു വരാൻ ഇടയാകരുത്. നമ്മുടെ മക്കളെയൊക്കെ ഈ കാര്യങ്ങൾ കുറേ കൃത്യവും വ്യക്തമായിട്ട് പഠിപ്പിക്കേണ്ട ആ കാലഘട്ടമാണ്. എന്താണ് സത്യം, എന്താണ് സത്യമില്ലാത്തത്, സത്യത്തെ അനുകരിച്ച് വരുന്ന ഒരു സംവിധാനം ഇതിനെല്ലാം ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വിവാഹം എന്ന പവിത്രമായ ആ കുദാശയെ മലിനമാക്കി അല്ലെങ്കിൽ അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് പുരുഷനും തമ്മിൽ, സ്ത്രീയും തമ്മിലുള്ള വിവാഹവും കുഴപ്പമില്ല, ഇതും കല്യാണം തന്നെയാണെന്നൊക്കെയാണ് ഇങ്ങനെയാണ് വരിക. ആൻഡ് ദിസ് ഈസ് ദ ടീച്ചിങ്സ്. ഇപ്പം യേശു പഠിപ്പിച്ചു വന്നിരിക്കുന്ന ആ പഠനങ്ങളെ പോലെ തന്നെ പിശാച് ഇതിന് സമാനമായിട്ടുള്ള പഠനങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. ഇതാണ് ദ സ്പിരിറ്റ് ചെയ്യുന്നത്. യേശുവിൽ നിന്ന് പഠിച്ചതുപോലെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ, യേശുവിനെ മഹത്വപ്പെടുത്തുന്ന പോലെ സാത്താൻ പാപത്തെയും പാപകരമായ കാര്യങ്ങളും നമ്മളെ ചെയ്യുവാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും
പ്രചോദിപ്പിക്കുകയും അത്തരം പഠനങ്ങളും അത്തരം നിയമങ്ങളും ലോകത്തിൽ കൊണ്ടുവരും. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇന്ന് ഭാരതത്തിൽ ആ നിയമം പാസ്സായിട്ടില്ല സോ ഫാർ, ബട്ട് ഹൈ ലെവൽ ഓഫ് ഇൻഫ്ലുവൻസ് ഈസ് ഹാപ്പനിങ്. പക്ഷേ അതും ഒരു ദൈവിക പദ്ധതിയാണ് വിചാരിക്കുക. ഇന്നത്തെ സർക്കാരിൻ്റെ ഒരു ഗുണമാണ്. വേറെ ഏതെങ്കിലും സർക്കാരാണ് പണ്ടേ ഗേ മാരേജ് ഇന്ത്യയിൽ ലീഗലൈസ് ചെയ്താണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് റെസിസ്റ്റഡ്. അപ്പോൾ ഇതൊക്കെ ഒരു ദൈവിക, പക്ഷേ എത്രത്തോളം നിൽക്കുന്നത് വി നീഡ് ടു പ്രേ. നമ്മൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ച്, നമ്മൾ അതിനുവേണ്ടി റെസിസ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് അത് ഇവിടുന്ന് മാറി നിൽക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് കുറേ നാളത്തേക്ക് അതിനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും, ഇല്ലേ? നിങ്ങൾ ലോകത്തിൻ്റെ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയും. ഉപ്പിൻ്റെ പ്രത്യേകത എന്താ? ഈ ചീയലിനെ തടയലാണ് ഉപ്പിൻ്റെ പ്രത്യേകത. ചീയലുണ്ടാവും, ഉപ്പിട്ട് ലോകാവസാനം വരെ ആ മാംസമോ മീനോ ചെയ്യാതിരിക്കില്ല, ബട്ട് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആ ചീയലിനെ പ്രിവെൻറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. നമ്മളൊന്ന് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടങ്ങളിലെല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ചീയലും ഈ ദുഷ്ടനെയും ഇവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ വി ക്യാൻ പ്രൊലോങ് കുറെ കൂടി. എന്തിനാ പ്രൊലോങ് ചെയ്യണത്? യേശുവിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ എല്ലാ അതിർത്തികൾ വരെ എത്തണം. എത്രത്തോളം ആത്മാക്കൾ നമുക്ക് നേടാൻ സാധിക്കുമോ അത്രത്തോളം നീങ്ങുന്നത് വരെ അരാജകത്തിൻ്റെ ശക്തി അവിടെ നിൽക്കണം, അവൻ്റെ പ്രവർത്തനങ്ങൾ തടയപ്പെട്ട് നിൽക്കണം. സോ ഇതാണ് നമ്മളുടെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ശക്തിയെക്കുറിച്ച്, അത് സർപ്പത്തോടും മൃഗത്തോടും അത് സംസാരം കൊണ്ടും ശക്തി കൊണ്ടും സാദൃശ്യപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് ദൈവിക ഭാഷ സംസാരിക്കാൻ മനുഷ്യന് കഴിവ് നൽകുന്ന വ്യക്തിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവികമായ ഭാഷ സംസാരിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള നുണകളും ബൈബിളിനും സഭയ്ക്കും യേശുവിൻ്റെ പഠനത്തിനും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും സംവിധാനങ്ങളും ഈ ആൻറ്റൈ സ്പിരിറ്റ് നമ്മുടെ ഇടയിൽ കൊണ്ടുവരും. ഓക്കെ, അപ്പം ഇതാണ് ഒന്നാമത്തെ ഒരു അടയാളം. ഇത് നമ്മൾ ഒന്ന് സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് ബാക്കി 5 കാര്യങ്ങൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നിന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇറ്റ് വിൽ, രണ്ടാമത്തെ മൃഗത്തിനെ അത് മഹത്വീകരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ തിന്മയുടെ പ്രവർത്തനങ്ങൾ, പാപകരമായ കാര്യങ്ങൾ, പിശാചിൻ്റെ പ്രവർത്തികൾ, അതിനെല്ലാം അവൻ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും ഈ മൃഗം, രണ്ടാമത് വരുന്ന മൃഗം. ഓക്കെ, അപ്പം ജസ്റ്റ് ലൈക്ക് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ദൈവത്തെയും യേശുവിനെയും യേശുവിൻ്റെ പ്രബോധനങ്ങളെയും പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് തരുന്നത് പോലെ, ദൈവത്തിൻ്റെ ശബ്ദമായി ഈ ഭൂമിയിൽ നിൽക്കുന്നത് പോലെ, സഭയെ നയിക്കുന്നത് പോലെ. ഓക്കെ, സഭ റെപ്രസെന്റ്സ് ഗോഡ് ഈ അവസാന കാലഘട്ടങ്ങളിൽ. ഇതുപോലെ തന്നെ ചിലപ്പോൾ ഒരു സംവിധാനമായിട്ടും വരാം. നമുക്കറിഞ്ഞൂടെ എങ്ങനെയാണെന്ന് വരിക. ഒരു സംവിധാനം വരികയും അതിൻ്റെ അകത്ത് ദുഷ്ടാരൂപി പ്രവർത്തിക്കുകയും അത് ഇതേപോലെ തെറ്റായ പഠനങ്ങൾ, തെറ്റായ കാര്യങ്ങൾ മനുഷ്യരെ പഠിപ്പിച്ച്, തെറ്റെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഏദൻ തോട്ടത്തിൽ ആദ്യ മനുഷ്യനെ വഞ്ചിപ്പിക്കുമ്പം ജോണി വാക്കറിൻ്റെ റെഡ് ലേബലോ ബ്ലൂ ലേബലോ കൊണ്ടല്ല പ്രലോഭിപ്പിച്ചത്, അവൻ ദൈവത്തെ പോലെ ആകാനുള്ള ഒരു പ്രലോഭനം കൊടുത്ത്. അതൊരു വഞ്ചനയായിരുന്നു. വളരെ നാരോ ആയിട്ടാണ് സാത്താൻ എല്ലാം ചെയ്യാം. അപ്പം നമുക്ക് തോന്നുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇന്നിപ്പം ലെസ്ബിയൻ മാരേജ് അല്ലെങ്കിൽ ഗേ മാരേജ് എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് പഠിപ്പിക്കണം. അത് സ്വാഭാവികമായിട്ട് ജനിക്കുമ്പോൾ തന്നെ അവരുടെ ബ്രെയിനിൽ അങ്ങനെ ഒരു സംവിധാനമാണ്. അവരെന്ത് ചെയ്യാൻ പറ്റും? അവരങ്ങനെയാണ്. നിങ്ങൾക്കൊരു ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നുന്നത് പോലെ ഒരു ആൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയോട് തന്നെ അട്രാക്ഷൻ തോന്നുന്നു. അതിനിപ്പോൾ എന്താ കുഴപ്പം? അത് അവരുടെ ബ്രെയിൻ അങ്ങനെയാണ്. ആര് പറഞ്ഞ ബ്രെയിൻ? ഒരു ബ്രെയിനും ഇല്ല. അതിന് രീതിയിലുള്ള ചില തിയറീസും ചില പ്രിൻസിപ്പിൾസും പല ശാസ്ത്രജ്ഞന്മാരും ഇറക്കി. ഇതൊക്കെ ഇവരുടെ ആൾക്കാർ ഇറക്കി വിടുന്നതാണ്. ഡാർവിൻ്റെ തിയറി ഇറക്കിയതുപോലെ ഡാർവിൻ ഉണ്ടാക്കിയ ഭൂലോക, ഈസ് ആൻ ആൻറ്റി ക്രൈസ്റ്റ് സ്പിരിറ്റ് ഉള്ളവനാണ്. അവൻ സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഇതൊക്കെ. ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന പല സംവിധാനങ്ങളും വരുമ്പോൾ നമ്മളും വിചാരിക്കും, ഓ ശരിയാണല്ലോ, പാവങ്ങൾ, അവർക്ക് അങ്ങനെ ഒരു തോന്നൽ. ഇപ്പം നമ്മളെന്തിനാ അവരെ വിധിക്കാൻ പോകുന്നത്? നമ്മളെന്തിനാ അവർക്ക് എതിരിടാൻ പോകുന്നത്? നമുക്ക് ഇവർക്കാർക്ക് എതിരൊന്നുമല്ല. നമ്മൾ എതിരിടുന്നതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തികൾക്കെതിരായിട്ടാണ്. അപ്പം നമുക്ക് കൃത്യതയുണ്ടാവണം. ഇതൊന്നും ഇങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതല്ല, ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ഇതിൻ്റെ പുറകിൽ നമ്മൾ പ്രവർത്തിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കി വരുന്ന 5 പ്രത്യേകതകൾ, ഈ രണ്ടാമത്തെ മൃഗത്തിൻ്റെ പ്രത്യേകത നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കും. ഓക്കെ, തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഉണർവുള്ളവരാകുക, ശ്രദ്ധയുള്ളവരാകുക, ജാഗരൂകതയോടെ ഇരിക്കുക. ഓക്കെ, പരിശുദ്ധാത്മാവ് നമുക്ക് കാര്യം പഠിപ്പിച്ചിരുന്നു. വചനം പറയുന്ന പോലെ നമുക്ക് ജ്ഞാനം വേണം. ഈ അവസാന കാലഘട്ടങ്ങളിൽ സ്വർഗത്തിൻ്റെ ജ്ഞാനം വേണം. ഈ ജ്ഞാനമല്ല, നമുക്ക് ലോകത്തിൻ്റെ അറിവാണ്. ലോകത്തിൻ്റെ അറിവിനാൽ
ദൈവിക ജ്ഞാനം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനും. അതുകൊണ്ട് ലോക അറിവൊക്കെ കുറച്ചങ്ങ് മാറ്റി വെച്ചാലേ ഇതൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുക്കമുള്ളവരാകാം. പ്രൈസ് ദി ലോർഡ്.